നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിനോയിഡ്, കുട്ടികൾ കാണുന്ന അഡിനോയിഡ് അല്ലെങ്കിൽ മൂക്കിലെ ദശ എന്നാണ്. എന്താണ് മൂക്കിലെ ദശ? പിന്നെ മൂക്കിൻ്റെ ഏറ്റവും പുറകുവശത്ത്, അതായത് മൂക്കിൻ്റെ പാലത്തിനും പുറകിലായിട്ട് കാണപ്പെടുന്ന ഒരു മാംസപിണ്ഡം പോലത്തെ ഒരു സാധനത്തെയാണ് നമ്മൾ മൂക്കിലെ ദശ അല്ലെങ്കിൽ അഡിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ജന്മന എല്ലാ കുട്ടികളും കാണപ്പെടുന്ന ഒരു സാധനമാണ്. അത് പല പല കുട്ടികളിലും പല സൈസിലാണ്, പല വലുപ്പത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ വലുപ്പത്തിനനുസരിച്ചാണ് നമുക്ക് എന്ത് പറയുന്നത്, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത്. പറഞ്ഞ പോലെ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 ഒക്കെ. അപ്പോൾ നമ്മൾ അഡിനോയിഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ കുട്ടികൾ വായ തുറന്നുറങ്ങുന്നു, അല്ലെങ്കിൽ കൂർക്കം വലിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇടയ്ക്കൊക്കെ ജലദോഷം വരിക, പിന്നെ കൂർക്കം വലി, ഉറക്കം ശരിയാവുന്നില്ല, ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്നു, ചില പൊസിഷനുകൾ, അതായത് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, ചില പൊസിഷനുകൾ മാറ്റി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡിനോയിഡിൻ്റെ സൈസ് കൂടി എന്ന് നമ്മൾ സംശയിക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡോക്ടറെ കാണിക്കുക. അപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിത് ഉറപ്പിക്കാം. ഒന്ന്, ഒരു മൂക്കിലൂടെ ചെറിയൊരു എൻഡോസ്കോപ്പി ചെയ്ത്, അതായത് മൂക്കിലൂടെ തരിപ്പിച്ച് തുള്ളിമരുന്നൊക്കെ കെട്ടിട്ട് ചെറിയൊരു ക്യാമറ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, മൂക്കിൽ നോക്കിക്കഴിഞ്ഞാൽ മൂക്കിൽ ഈ ദശയുണ്ടോ അല്ലെങ്കിൽ അഡിനോയിഡ് ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റും. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ എടുത്താലും അറിയാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും നല്ലതെന്തെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന്, എക്സ്റേൻ്റെ കാരണമായിട്ടുള്ള റേഡിയേഷൻ ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ദശ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ മൂക്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മൂക്കിൽ അലർജി ഉണ്ടോ, മൂക്കിൽ പാലത്തിന് വളവുണ്ടോ, മൂക്കിൽ ടർബിനറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ മൂക്കിൽ കാണപ്പെടുന്ന ചില സാധനങ്ങളുണ്ട്, അത് നീർക്കെട്ടൊന്ന് വീർത്തിട്ടുണ്ടോ, പിന്നെ ദശയുണ്ടോ, അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഈ എൻഡോസ്കോപ്പി വഴി അറിയാൻ പറ്റും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇതിന് ചികിത്സ തേടേണ്ടത്? അപ്പോൾ എല്ലാവരും ജനിക്കുമ്പോൾ എല്ലാ കുട്ടികളിലും ഈ ഒരു അഡിനോയിഡ് അല്ലെങ്കിൽ ദശ കാണപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ എല്ലാവർക്കും നമുക്ക് എന്ത് വേണ്ട, ചികിത്സ വേണ്ട. അത് സാധാരണ ഇതിൽ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ ആയിരിക്കും. അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, അത് അങ്ങനെ അങ്ങ് പോവും. നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ 15-16 വയസ്സാകുമ്പോൾ അത് തന്നെത്താലങ്ങ് ഇല്ലാണ്ടായി പോകും. അപ്പോൾ എപ്പോഴാണ് ഈ മുകളിൽ പറഞ്ഞ സിംറ്റംസ്, അതായത് ഈ കൂർക്കമ്പലി അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കും. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ഗ്രേഡ് 3 അല്ലെങ്കിൽ ഗ്രേഡ് 4 ഒക്കെ ഉണ്ട്, വലിയ സൈസിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിനെ ചികിത്സ തേടണം. എന്താണ് അതിൻ്റെ ചികിത്സ? എപ്പോഴും തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് മെഡിക്കലി മാനേജ് ചെയ്യാനാണ് നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്പ്രേ കൊടുത്തിട്ടോ, അല്ലെങ്കിൽ അലർജി ഉണ്ടെങ്കിൽ അലർജീനെ മാനേജ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പോൾ സൈനസൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്തിട്ട് നമ്മൾ ആദ്യം സ്പ്രേ കൊടുത്തും മെഡിസിനൊക്കെ വെച്ച് മാക്സിമം നോക്കും. എന്നിട്ടും ബുദ്ധിമുട്ടൊന്നും മാറുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് ഈ ഉറക്കത്തിലുള്ള ബുദ്ധിമുട്ട്, അതായത് ഉറങ്ങാൻ പറ്റുന്നില്ല, വായ തുറന്നുറങ്ങുന്നത്. ഈ വായ തുറന്നുറങ്ങുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? വായ തുറന്നുറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പല്ല് ഉന്തി വരിക, മുഖത്തിൻ്റെ ഷേപ്പ് മാറുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ അഡിനോയിഡ് ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചെവിയിൽ വെള്ളം കെട്ടിയത് കേൾവിനെ ബാധിക്കുക, ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന വരിക, ചെവിയിൽ നിന്ന് ഒലിക്കുക, കേൾവി പ്രശ്നം വരിക. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് സർജിക്കലി റിമൂവ് ചെയ്യാൻ നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാമറ ഇട്ടിട്ട് നമ്മൾ കോബുലേഷൻ എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് നമ്മൾ കരിച്ച് കളയുക ചെയ്യുന്നത്. പണ്ടത്തെ ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്പറേഷനാണ്. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓപ്പറേഷൻ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ആർക്കാണ്? ഈ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, നമ്മൾ മെഡിക്കൽ തെറാപ്പി കൊടുത്തു നോക്കി, സ്പ്രേ കടിച്ചു നോക്കി, ഒരു വ്യത്യാസമൊന്നും വരുന്നില്ല, പിന്നെ മൂക്കത്തിൻ്റെ ഷേപ്പ് മാറുന്നു, പല്ലുന്തി വരുന്നു, പിന്നെ ചെവിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് കേൾവിക്ക് പ്രശ്നം വരുന്നു, പിന്നെ അങ്ങനത്തെ ആൾക്കാരിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാവുന്നതാണ്.